ആമസോൺ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ 1-2 ആൾക്കാരെ ഞാൻ ഇതേപോലെ പരിചയപ്പെട്ട് അവരുടെ പ്രശ്നം മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, അതായത് അവർക്ക് അറിയുന്നില്ലായിരുന്നു, അതായത് ഇങ്ങനെ ഒരു ഡാമേജ് ആയിട്ടൊരു പ്രൊഡക്റ്റ് റിട്ടേൺ വരികയാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടെന്ന്. ഇതിൽ രസകരമായിട്ടുള്ള സംഭവം, ഇതിൽ 1-2 പേര് ഇവർ ഈ സാധനം കൊണ്ടുവരുന്ന ആൾക്കാരെ ചീത്ത പറയലും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 3 മാസം മുമ്പ് എന്തൊരു ഫേസ്ബുക്കിലോ മറ്റേ ഞാൻ അതേപോലൊരു സംഭവം ഒരാൾ ഇട്ടിരിക്കുന്നതും കണ്ടു, റീലിട്ടിരിക്കുന്നതും കണ്ടു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അയാളൊരു കൊറിയർകാരനാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും രണ്ടിലും ഒരു ഗ്രീവിയൻ റീഡേഴ്സൽ പ്രോഗ്രാം ഉണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ എന്നിരുന്നാലും മുഴുവൻ പൈസ പോലും നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാശ് കിട്ടും. ആമസോണിൽ ഐ ക്യാൻ ഗ്യാരണ്ടി ആണ്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല വെച്ച് കഴിഞ്ഞാൽ 95% നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. 2, ആമസോണിൻ്റെ കമ്മീഷൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും രണ്ടിലാണെങ്കിലും ടൂൾസ് അതിൽ തന്നെയുണ്ട്, നമുക്ക് അറിയാം. അതിൻ്റെ കൂടെ സാധാരണ പറ്റുന്ന അബദ്ധം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് അയക്കുന്നതിൻ്റെ വോളിയൂംസാണ്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഇത് കുറവായിരിക്കും. അപ്പോൾ ആമസോൺ സാധാരണ നിങ്ങളുടെ അടുത്ത് പറയുക 1/2 കിലോന് ഇത്ര രൂപ, 1/2 കിലോന് മുകളിൽ ഇത്ര അവരുടെ സ്ലാബ്സ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ അടിയിൽ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റാണ്, വോളിയം കൂടിയിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയമാറ്റിക് ഇത് പലപ്പോഴും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സാനിറ്ററി പാഡ്സിൻ്റെ ഒരു മദർ കെയർ പാഡ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് വോളിയം പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ വെയിറ്റ് കാൽക്കുലേഷനിലെല്ലാം വർക്ക് ചെയ്യുക മൊത്തം, അതായത് ഒരു 450 റുപ്യയുടെ ഒരു പ്രൊഡക്റ്റിന് ആകെ കൂടി വെയിറ്റ് വരുന്നത് 350 ഗ്രാമാണ്. പക്ഷെ അത് വോളിയം വൈസ് ആകുമ്പോൾ വലുതായി. ഇപ്പോൾ അഡൽട്ട് ഡയപ്പേഴ്സ് അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ എടുക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് മാക്സിമം കോമ്പാക്റ്റായിട്ട് നിങ്ങൾ പാക്ക് ചെയ്ത് ഒരു ഫിക്സഡ് പാക്കിംഗ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് നികത്താൻ പറ്റും. പിന്നെയും നഷ്ടങ്ങൾ വരുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ കോംബോ പാക്കായിട്ട് നിങ്ങൾക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും.